നമസ്കാരം. സൈനിക നടപടിയുടെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇറാൻ ഏകാധിപതി അയത്തുള്ള ഖമനയിയെ വധിക്കാൻ കഴിഞ്ഞത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വൻ നേട്ടമായി. മൊസാദിനും CIA-യുടെയും നീക്കങ്ങളും അമേരിക്കയുടെ തന്ത്രങ്ങളുമാണ് ഖമനയിയെ ഇല്ലാതാക്കിയത്. ഇറാൻ ഇതുവരെ മുട്ടുമടക്കിയില്ലെങ്കിലും അമേരിക്കയുടെ ആദ്യ പ്രഹരത്തിൽ നിന്നവർ കരകയറിയിട്ടില്ല. അതിനി സാധിക്കുമെന്നും തോന്നുന്നില്ല. അമേരിക്കൻ നാവികസേനയുടെ മുഴുവൻ സന്നാഹങ്ങളും ഉപയോഗിച്ച് ഇറാനെ വളഞ്ഞു വച്ച ശേഷം ആണവ ചർച്ചയ്ക്ക് വിളിച്ച അമേരിക്കൻ തന്ത്രം മനസ്സിലാക്കാൻ ഇറാന് സാധിച്ചില്ല. ഖമനയി അടക്കമുള്ള ഇറാൻ നേതാക്കളും പട്ടാള ഉദ്യോഗസ്ഥരും ബങ്കറുകളിൽ ഒളിക്കാതിരിക്കാനും പ്രിസിഷൻ ആക്രമണത്തിനാവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാനുമാണ് ചർച്ചയുടെ കസേര അമേരിക്ക ഇറാനു മുന്നിൽ വലിച്ചിട്ടുകൊടുത്തത്. ആ കെണിയിലേക്ക് ഇറാൻ നടന്നുകയറി. ഇറാൻ അമേരിക്കയുടെ പടക്കപ്പലുകളെയാണ് നിരീക്ഷിച്ചു കൊണ്ടിരുന്നത്, അമേരിക്ക നടത്തുന്ന ഒരുക്കങ്ങളെയും. എന്നാൽ ഖമനയിയുടെ കാലനായി എത്തിയത് ഇസ്രായേലിൽ നിന്നുയർന്ന യുദ്ധവിമാനങ്ങളായിരുന്നു. അതിൽ നിന്ന് പാഞ്ഞെടുത്ത ബ്ലാക്ക് സ്പാരോ മിസൈലുകളുമായിരുന്നു. ഇറാൻ മുഴുവൻ മൊസാദിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. രഹസ്യമായി ഒന്നും ചെയ്യാൻ ഖമനയിക്ക് സാധിച്ചില്ല. കഴിഞ്ഞ 2025 ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിലൂടെ CIA-യും മൊസാദും ഇറാൻ്റെ നീക്കങ്ങൾ നന്നായി മനസ്സിലാക്കി. യുദ്ധം വരുമ്പോൾ ഖമനയി ചെയ്യുന്നത് എന്ത്, ഇറാൻ സൈന്യത്തിൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെ, ഖമനയി അടക്കം നേതാക്കൾ ഒളിവിൽ പോകുന്നത് എവിടെ, അവരോടൊപ്പം ആരൊക്കെയുണ്ടാകും എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും. ഖമനയിയെ വളഞ്ഞ് ചാരശൃംഖലയെ വിന്യസിക്കാൻ ഇസ്രായേലിന് ഇതോടെ സാധിച്ചു. ഖമനയിയുടെ അംഗരക്ഷകരുടെ കയ്യിലുള്ള ഫോണുകളിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലും കാര്യങ്ങൾ തത്സമയം മനസ്സിലാക്കി. ഇങ്ങനെ വിവരങ്ങൾ ചോരുന്നതിൽ ഏറെ അസ്വസ്ഥനായിരുന്നു ഖമനയി. മൊസാദിനെയും അമേരിക്കയുടെയും ചാരന്മാരെ കണ്ടുപിടിക്കാൻ ഖമനയി ഒരു 50 അംഗ സംഘത്തെ നിയോഗിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ 50 പേരും അമേരിക്കയോടും ഇസ്രായേലിനോടും കൂറുള്ളവർ തന്നെയായിരുന്നു. എല്ലാ വിവരങ്ങളും ഇസ്രായേലിനും അമേരിക്കയ്ക്കും പകൽ പോലെ വ്യക്തമായിക്കൊണ്ടിരുന്നു. ചർച്ച നടക്കുന്നതിനാലും അമേരിക്ക അവസാനവട്ട യുദ്ധ ഒരുക്കങ്ങൾ തുടങ്ങാത്തതിനാലും ഇറാൻ ആപത്ത് പ്രതീക്ഷിച്ചില്ല. ബെഞ്ചമിൻ നെതന്യാഹു ആകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിരുന്നൊരുക്കുകയുമായിരുന്നു. ആരും ബങ്കറുകളിൽ പോയില്ല. ഇസ്രായേലിലെയും ഇറാനിലെയും പൗരന്മാരോട് രാജ്യം വിടാൻ അമേരിക്ക നൽകിയ മുന്നറിയിപ്പും ചൈന അടക്കമുള്ള രാജ്യങ്ങൾ എംബസി പൂട്ടിയതും ഒരു അപകട സൂചനയായി ഇറാൻ കണ്ടതുമില്ല. ഖമനയി എന്നത്തെയും പോലെ തൻ്റെ ഓഫീസിൽ ഔദ്യോഗിക കൃത്യങ്ങളിൽ മുഴുകി. അമേരിക്കയ്ക്ക് പകരം ആയുധം കയ്യിലെടുത്തത് പക്ഷേ ഇസ്രായേലായിരുന്നു. വധശിക്ഷ നടപ്പിലാക്കാൻ ഇസ്രായേൽ തിരഞ്ഞെടുത്തത് എല്ലാ ശനിയാഴ്ചയും ഖമനയിയുടെ ഓഫീസിൽ പതിവായി നടക്കാറുള്ള ഉന്നതതല യോഗമായിരുന്നു. ഇറാൻ്റെ വ്യോമാതിർത്തി ലംഘിക്കാതെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഇറാൻ അതിർത്തിക്ക് സമീപമെത്തി വിക്ഷേപിച്ചത് ബ്ലാക്ക് സ്പാരോ മിസൈൽ. ഇറാൻ വിപ്ലവസേനയുടെ മേധാവി അടക്കം ഖമനയിക്കൊപ്പം ചാരമായി. പിന്നാലെ ഇസ്രായേലിൻ്റെ കമൻറ്റ്, ആക്രമണം, ഭീഷണി ഒഴിവാക്കാൻ. പിറ്റേന്ന് ട്രംപ് പുറത്തു പറയുന്നത് വരെ ഖമനയി തീർന്ന വിവരം അറിയാമായിരുന്നത് ഇറാനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രം. പിന്നീട് ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേൽ തകർത്തു. തൊട്ടു പിന്നാലെ ഇറാൻ കണ്ടത് ഇസ്രായേലിൻ്റെ വിശ്വരൂപം. 200 യുദ്ധവിമാനങ്ങളാണ് ഇറാൻ്റെ ആകാശത്ത് വട്ടമിട്ട് പറന്ന് സർവ്വതും നശിപ്പിച്ചത്. ഇത് അത്ര സാധാരണമായ ഒരു യുദ്ധതന്ത്രമല്ല. ഇറാന് വലുതായൊന്നും തിരിച്ചു ചെയ്യാൻ കഴിഞ്ഞില്ല. പതിവ് പോലെ ഇസ്രായേലിലേക്ക് നിരവധി മിസൈലുകൾ തൊടുത്തു. അതൊന്നും പക്ഷേ ലക്ഷ്യം കണ്ടില്ല. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഇതിനെയൊക്കെ ആകാശത്ത് വച്ച് തന്നെ തകർത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഭീതി പടർത്താൻ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തു. അമേരിക്കയെ അത് സമ്മർദ്ദത്തിലാക്കും എന്നാണ് ഇറാൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ അമേരിക്കയും ഇസ്രായേലും ആക്രമണം കടുപ്പിക്കുന്നു. 4 ആഴ്ച കൂടി സൈനിക നടപടി തുടരുമെന്ന് അമേരിക്കയും പറഞ്ഞു കഴിഞ്ഞു. ഖമനയി കൊല്ലപ്പെട്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് ഇറാൻ. ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധവും ശക്തമാണ്. പിടിച്ചു നിൽക്കാൻ കഴിയുക എത്ര നാൾ? വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.